ഹൈ QWERTYUIOP എന്നാന്ന് മനസ്സിലായോ? ക്വേർട്ടി ലേഔട്ട് നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന കീബോർഡിൻ്റെ കീസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ലേഔട്ട്. ക്വേർട്ടി മാത്രമല്ല ലേഔട്ട് ആയിട്ടുള്ളത് ക്വേർട്ടി, ദോരാക്ക്, കോൾമാക്ക്, ക്വേഡ്സ്, അസർട്ടി, ഇങ്ങനെ കുറേ ലേഔട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതാണ് ക്വേർട്ടി ലേഔട്ട്. സോ അതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും വിചാരിച്ചിട്ടില്ല എന്താണ് കീസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്? കുറേ കീസ് അവിടെ, കുറേ കീസ് ഇവിടെ, കുറേ കീസ് നടുക്ക്, കുറേ കീസ് താഴെ. ചുമ്മാ ഏത് ടിസഡ് വരെ നേരത്തെ എഴുതി വെച്ചപ്പോഴായിരുന്നോ? ആ നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല ഏത് ടിസഡ് വരെ വൃത്തിക്ക് എഴുതിയിരിക്കുന്ന ഒരു കീബോർഡ് യൂസ് ചെയ്യണമെന്ന്. അതുകൊണ്ട് ഇന്ന് നിങ്ങളുടെ ഡൗട്ടും ക്ലിയർ ചെയ്ത് തരാം, ആഗ്രഹം മാറ്റി തരാം. ഈ വീഡിയോ അവസാനം വരെ കാണാം. അതായത് 1870-കളിൽ അന്ന് എല്ലാവരും യൂസ് ചെയ്യുന്നത് ടൈപ്പ് റൈറ്ററാണ്. ടൈപ്പ് റൈറ്റർ എങ്ങനെ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ടൈപ്പ് റൈറ്ററിൽ ഒരു കീ പ്രസ് ചെയ്യുമ്പോൾ ആ കീയുടെ ഇടയിൽ ഒരു മെറ്റൽ ബാറുണ്ട്. ആ മെറ്റൽ ബാർ ചെയ്യുന്ന പേപ്പറിൽ സ്ട്രൈക്ക് ചെയ്ത് ലെറ്റർ പ്രിന്റ് ചെയ്യും. അന്നത്തെ ടൈപ്പ് റൈറ്ററിലെ ലെറ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏത് ടിസഡ് വരെ നോർമൽ ആയിട്ടാണ്. പക്ഷെ അവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ എഴുതുമ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് പെയർ ചെയ്യുന്ന ലെറ്ററുകൾ ഉണ്ടല്ലോ, അതായത് വേർഡിൽ അടുത്തടുത്ത് വരുന്ന ലെറ്ററുകൾ. ടൈപ്പ് റൈറ്ററിൽ ഈ ലെറ്റേഴ്സ് അടുത്തടുത്താണെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ മെറ്റൽ ബാർ തമ്മിൽ കൊളൈഡ് ചെയ്ത് ജാം ആവും. അപ്പോൾ ഇങ്ങനെ കീസ് ജാം ആയിട്ട് ടൈപ്പ് റൈറ്റർ കംപ്ലൈൻറ്റ് ആവുന്ന ഭയങ്കരമായിട്ട് കൂടി. സോ ഇതൊന്ന് സോൾവ് ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ക്രിസ്റ്റഫർ ലെയ്തം ഷോൾസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുള്ളി ചെറിയൊരു അറേഞ്ച്മെൻറ്റ് നടത്തി കീബോർഡ് ലേഔട്ടിൽ. അതായത് നമ്മൾ എഴുതുമ്പോൾ അടുത്തടുത്ത് വരുന്ന പെയർ ആവുന്ന ലെറ്ററുകളെ അകറ്റി വെക്കുക, അധികം പെയർ ആവാത്ത ലെറ്ററുകളെ അടുപ്പിച്ച് വെക്കുക. അങ്ങനെയാണ് ക്വേർട്ടി എന്ന് പറഞ്ഞ ലേഔട്ട് ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. പിന്നീട് ടെക്നോളജിയൊക്കെ മാറി കീബോർഡുകളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇത് മാറ്റാൻ നിന്നില്ല. കാരണം എല്ലാവരും ക്വേർട്ടി ആയിട്ട് ഫെമിലിയർ ആയി കഴിഞ്ഞിരുന്നു. പിന്നീട് തങ്ങളെ കണ്ടിന്യൂ ചെയ്ത് പോരുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് അവർ ഡൗട്ട് മാറിയില്ലേ? ഇനി ഏത് ടിസഡ് വരെ വൃത്തിക്ക് എത്തിച്ചിട്ട് കീബോർഡ് യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഞാൻ വരുത്തരാം. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്നെ അതങ്ങ് സാധിച്ചു കൊടുത്തേക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആൽഫബറ്റിക്കൽ കീബോർഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനെ കാണുന്ന ആപ്ലിക്കേഷൻ തെളിഞ്ഞു വരും. അത് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ പോയിട്ട് കീബോർഡ് സ്വിച്ച് ചെയ്യുന്നിടത്ത് ഈ ആൽഫബറ്റിക്കൽ കീബോർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് യൂസ് ചെയ്യുക. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. അതായത് നിങ്ങൾ ഈ ക്വേർട്ടി കീബോർഡ് യൂസ് ചെയ്ത് പരിചയമുള്ളതുകൊണ്ട് ആൽഫബറ്റിക്കൽ കീബോർഡിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. ലെറ്റേഴ്സ് തമ്മിൽ മാറിപ്പോവും. എന്നിട്ട് നിങ്ങളത് തിരിച്ചു വരുമല്ലോ ഇത് യൂസ് ചെയ്തത് കൊതി തീർന്നു കഴിയുമ്പോൾ. അപ്പോൾ ഒരുമാതിരി ഡിസ്ലെക്സിയ വന്ന കണക്കായിരിക്കും. എ നക്കാൻ പോകുമ്പോൾ Q, T ഞെക്കാൻ നിൽക്കുമ്പോൾ Y എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൊത്തത്തിൽ മാറിപ്പോയി കിടക്കും. അതുകൊണ്ട് നിങ്ങളോട് ആലോചിച്ചിട്ട് യൂസ് ചെയ്ത് ട്രൈ ചെയ്യുക ആൽഫബറ്റിക്കൽ കീബോർഡ്. ശരിയാണ്. ബൈ, ടാറ്റാ, ബൈ.